അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയരായ ഇതര ആശയ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളിദ് ദീനി വൽ ഖുർആൻ മാഷാ അല്ലാഹു കാൻ. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളിദ് ദീനി വൽ ഖുർആൻ മാഷാ അല്ലാഹു കാൻ. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളിദ് ദീനി വൽ ഖുർആൻ മാഷാ അല്ലാഹു കാൻ. വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. صدق الله مولانا العلي العظيم. وصدقنا وبلغنا رسول النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: إن في الجنة 100 درجة أعدها الله للمجاهدين في سبيل الله ما بين الدرجتين كما بين السماء والأرض. صدق النبي الكريم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. آمين آمين يا رب العالمين. ما جف دمع سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما. صلوا عليه وسلموا تسليما. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. ശുഹദാക്കളിൽ റബ്ബുർ റഹീമായോനേ ശറഫും റിളായേറ്റം ചൊരിക്കോനേ അഹിതം വരാതിമാൻ നിറവേറ്റണേ അവരാലെനെ രോഗം ശിഫായാക്കണേ അവരാലെ മൈദൂഅ
കബൂലാക്കണേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അഭ്യുന്നതരായ ഇവിടെ സ്വാഗത ഭാഷണം നിർവഹിച്ചിട്ടുള്ള ഷെരീഫ് കാളച്ചാൽ അവറുകളെ, ഈ വേദിയുടെ അധ്യക്ഷം വഹിക്കുന്ന എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ആദരണീയനായ VTV ദാമോദരൻ സാർ അവറുകളെ, ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിട്ടുള്ള ഞങ്ങൾക്ക് ഏറ്റവും ആദരണീയനായ KB മുരളി സാർ അവറുകളെ, ഒരു പുണ്യമായിട്ടുള്ള ദിനരാത്രത്തിൽ ഇന്ന് ഒട്ടേറെ ആത്മീയ ഔജ്വല്യമുള്ള ഒരുപാട് പരിപാടികളുള്ളപ്പോൾ ബദറിൻ്റെ പൊരുളറിയാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള അബുദാബിയുടെ വിവിധ മേഖലകളിലെ പ്രഗത്ഭരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, വിശിഷ്യ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കാവ്യവും ബദർ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഈ കാലഘട്ടത്തിൽ എന്തായിരുന്നു ബദർ എന്നും അറിയാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സഹോദര സമുദായങ്ങളിലെ മസൃണരായിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സകലാധിനാഥനായ പരമാധികാരിയായ പരമകാരുണികനായ ഏകനായ ഏകഛത്രാധിപതിയായ അല്ലാഹുവിനു, സർവാധിനാഥനായ തമ്പുരാനു സകലമാന സ്തുതികളും ഒരുമിച്ച് സമർപ്പിക്കുകയാണ്. അവൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ പാരാവാരമൊന്നുകൊണ്ട് മാത്രം അബുദാബിയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ ഒരിക്കലൂടെ ഇങ്ങനെ ഈ ചരിത്രാവതരണത്തിൻ്റെ വേദിയിൽ നമുക്ക് ഒന്നുചേരാൻ വേണ്ടി അവസരം ലഭിച്ചിരിക്കുകയാണ്. കേരള സോഷ്യൽ സെൻ്ററിൻ്റെ സാരഥികളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഒലിവ് മീഡിയയും കേരള സോഷ്യൽ സെൻ്ററും കൂടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അവരോടുള്ള കടപ്പാട് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദീർഘമായിട്ടുള്ള ഒരു ആമുഖ ഭാഷണത്തിന് നമ്മുടെ സമയം ഭൂഷണമല്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. ബദർ ഏറ്റവുമേറെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവുമേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാലുഷ്യത്തിൻ്റെ ഒരു വർത്തമാനകാല ചുറ്റുപാടിൽ ബദർ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു എന്നത്, ബദറിൻ്റെ സന്ദേശം വക്രീകരിച്ചു പോകുന്നു എന്നത് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ബദർ എന്താണെന്ന്, ബദർ എന്തായിരുന്നില്ലെന്ന് ഉച്ചത്തിൽ പ്രഘോഷണം ചെയ്യൽ ഏറ്റവുമേറെ ആവശ്യമായിട്ടുള്ള ഘട്ടമാണിത്. ഇന്ന് ബദറിനെ ഒരു യുദ്ധം മാത്രമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ബദർ ഒരു യുദ്ധം മാത്രമായിരുന്നില്ല, ബദർ ഒരു സമരമായിരുന്നു. ബദർ ഒരു അക്രമത്തിൻ്റെ മാർഗമായിരുന്നില്ല, ബദർ ഒരു വെട്ടിപ്പിടിക്കലിൻ്റെ രീതിയായിരുന്നില്ല. ബദർ നീതിയിലധിഷ്ഠിതമായി, ധർമ്മത്തിലധിഷ്ഠിതമായി, സത്യത്തിൻ്റെ വിളക്കേന്തി ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ കടക്കൽ കത്തിവച്ചപ്പോൾ പ്രതിരോധത്തിൻ്റെ മാർഗത്തിൽ യാദൃച്ഛികമായിട്ട് ഉണ്ടായി തീർന്നിട്ടുള്ള ഒന്നാണ് ബദർ യുദ്ധം. പക്ഷെ ഇന്ന് ബദറിനെ ഏറെ ദുരുപയോഗപ്പെടുത്തുകയും ബദർ എത്രമാത്രം മാനവികതയുടെ സന്ദേശം പ്രഘോഷണം ചെയ്യേണ്ടവോ അത്രമാത്രം ബദർ പോലുള്ള യുദ്ധങ്ങളുടെ സാഹചര്യങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വളക്കൂറുണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്.